അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു സോയാബീൻ ബിരിയാണി കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളും കാണുക. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള മുഴുവൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: വലിയ ഉള്ളി, തൈര്, തക്കാളി, മല്ലിയില, ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ സോയാബീൻ, അരി. ഇതൊക്കെ നമ്മളെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് അരിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചതിൽ നിന്നും കുറച്ച് വലിയ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. ഇനി നമുക്ക് കഴുകി വാരാൻ വെച്ചിട്ടുള്ള 3 ഗ്ലാസ് അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഈ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് വറക്കാം. ഈ സമയം കൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ. ഇനി ആ അരി നന്നായി വറുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച മല്ലിയിലയിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വന്നാൽ നമുക്കിത് അടച്ച് വെച്ച് സിമ്മിലാക്കി വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളെ സോയാബീൻ ഒന്ന് നന്നായി മസാല പുരട്ടിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സോയാബീൻ ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ 2 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് ബാക്കിയുള്ള സവോള ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് മുഴുവനായി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിലടിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ആകുമ്പോൾ ഉള്ളി തക്കാളിയൊക്കെ നന്നായി വെന്ത് കിട്ടും. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറൊക്കെ നല്ല കറക്റ്റ് വേവായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നെയ്ച്ചോറ് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്ച്ചോറൊന്ന് മാറ്റി വെക്കാം. വേറൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ മസാല പുരട്ടി വെച്ച സോയാബീനെ ഒന്ന് നന്നായി വറുത്തെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ തൈര് ചേർത്ത് കൊടുക്കുക. സോയാബീൻ ഫ്രൈ ചെയ്ത് വെച്ചതിന് നന്നായി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മല്ലിയിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് സോയാബീനും മസാലയും കൂടി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ സോയാബീനും മസാലയും നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 3 കോരി നെയ്ച്ചോറ് എടുത്തിട്ട് ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന നെയ്ച്ചോറും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സോയാബീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് വറുത്തതും മുന്തിരിയും ഉള്ളി വറുത്തതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ടൊരു സോയാബീൻ ബിരിയാണി റെഡിയാക്കിയതാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമ്മൾ അമ്മിക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ട് അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.